BMS സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ റേഞ്ച് ടോഡി ആൻഡ് അബ്കാരി മസ്തൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിലെ ഒലീവ് റെസിഡൻസിയിൽ നടന്ന കുടുംബ സംഗമം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് കുട്ടികളെ നാശക്കാൻ വേണ്ടിയിട്ടോ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ കുട്ടികളെ വളർത്തുന്നത് ഉൾപ്പെടെ നമ്മൾ ഈ പറഞ്ഞ സ്വഭാവവൽക്കരണത്തിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ കുടുംബം നന്നായാൽ മാത്രമേ സമൂഹം നന്നായാലും. ഞാൻ മുദ്രാവാക്യം വിളിച്ച്, നമ്മളൊക്കെ മുദ്രാവാക്യം വിളിച്ച് വലിയ പ്രകടനം നടത്തി പ്രചരണം നടത്തിയോടൊന്നും രാജ്യം നന്നാവില്ല, നാട് നന്നാവില്ല. നാട് നന്നാവണമെങ്കിൽ നമ്മളൊക്കെ നന്നാവണം. ഈ ഒരു കാര്യം നമ്മൾ ഇന്നലകളിൽ പ്രവർത്തിച്ച പല സംഘടനകളും പറയാൻ തയ്യാറല്ല. അവിടെയാണ് ആ പോരായ്മ. BMSന്റെ കുടുംബാംഗങ്ങളും അതിനനുസരിച്ച് ജീവിക്കുക, തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനോട് നമുക്ക് വലിയൊരു കടപ്പാടും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം കൂടി നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ കുടുംബ സംഗമത്തെ BMS സൂചിപ്പിക്കാനുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മാതൃസമിതി ജില്ലാ അധ്യക്ഷ ഡോക്ടർ ആശാലത ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് KB ജയശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരീഷ്, യൂണിയൻ ജനറൽ സെക്രട്ടറി MB സുധീഷ്, PN ഗോപിദാസ്, KS ലാലൻ, PN സുരേഷ്, NMS രാമകൃഷ്ണൻ, AR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മികവാർന്ന പ്രവർത്തനം കൊണ്ട് നിരവധി വർഷങ്ങളായി ഈ റേഞ്ചിലെ വ്യവസായം നടത്തിക്കൊണ്ടുപോകുന്ന തൊഴിലുടമ TM മോഹനനെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദിത്യ S കൃഷ്ണ, ഈ മേഖലയിലെ മുൻ തൊഴിലാളികളായ CG രാമചന്ദ്രൻ, PG രാജൻ, MK തിലകൻ, KP വിശ്വനാഥൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വളർത്തുമ്പോൾ അമ്മയ്ക്കും അച്ഛനും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണുള്ളത്. നമ്മളൊരു വിവാഹം എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ, വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ്. നമ്മൾ വിളക്കിന്റെ മുമ്പില് അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസില് എവിടെയായാലും നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അടുത്ത ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയെ നല്ല വ്യക്തികളായി നമ്മൾ വളർത്തിക്കൊണ്ടുവരാം എന്ന ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് വിവാഹം നടക്കുന്നത്. പക്ഷെ ആ വിവാഹത്തിന്റെ പിറ്റേ ദിവസം തന്നെ പലപ്പോഴും ഡൈവോഴ്സിലേക്കാണ് പോകുന്നത്. അത് ഇപ്പം ഇത് രാമായണ മാസമാണ്. രാമായണ മാസത്തില് ഏറ്റവും നമ്മൾ എല്ലാ വർഷവും രാമായണം വായിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളത്. അതിൽ ആ കുടുംബസങ്കല്പം ഏറ്റവും കൂടുതലുള്ളത് രാമായണത്തിലാണ്.